ചെമ്മട്ടം വയലിലെ പൊതുമരാമത്ത് റോഡ് പണിക്കിടെ പൈപ്പ് ലൈൻ തകർന്നതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് നഗരസഭയിലേക്കുള്ള കുടിവെള്ളം വിതരണം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ പുതിയകോട്ടയിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ചെമ്മട്ടം വയൽ കുറ്റിക്കാലിലെ പൊതുമരാമത്ത് റോഡ് പണിക്കിടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് വാട്ടർ അതോറിറ്റി മടിക്കയിൽ നിന്നും എത്തിച്ച് കാഞ്ഞങ്ങാട് നഗരസഭയിലെ പല പ്രദേശങ്ങളിലായി വിതരണം ചെയ്യുന്ന കുടിവെള്ളം മുടങ്ങിയത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടികളും ഉത്തരവാദപ്പെട്ടവർ കൈക്കൊണ്ടിട്ടില്ല. ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തുടരുന്നത് ഒരുപോലുള്ള അനാസ്ഥയും അവഗണനയുമാണെന്ന് ഗുണഭോക്താക്കളും അതുപോലെ തന്നെ നഗരഭരണസമിതിയും കുറ്റപ്പെടുത്തുന്നു. ഈയൊരു നിഷേധാത്മക മനോഭാവം മാറ്റിവെക്കണമെന്നും എത്രയും വേഗത്തിൽ പ്രശ്നം പരിഹരിച്ച് ജനങ്ങൾ നേരിടുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഹോസ്തൃക് കോടതി റോഡിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. അടിസ്ഥാനവും അടിയന്തരവുമായ ആവശ്യമായതുകൊണ്ട് തന്നെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP എന്നീ പ്രതിപക്ഷ കക്ഷികളിലെ കൗൺസിലർമാരും സമരത്തിൽ പങ്കെടുത്തു. പരമാവധി കാത്തിരുന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു സമരവുമായി രംഗത്തിറങ്ങിയതെന്നും വാട്ടർ അതോറിറ്റിയിലെയും PWDയിലെയും ഉദ്യോഗസ്ഥർ തങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നുവെന്നും സമരം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. പൈപ്പിന്റെ മുകളിൽ വലിയ ഉരുളം കല്ലുകളാണ് ഇട്ടിട്ടുള്ളത്. ആ ഉരുളം കല്ല് അതിന് മുകളിൽ ഇന്നലെ മണ്ണില്ലാത്തത് കൊണ്ടാണ്, മണ്ണ് ഇടാനില്ലാത്തത് കൊണ്ടാണ് അത് നമ്മൾ കണ്ടത്. മണ്ണിങ്ങനെ ഉണ്ടായിരുന്ന കാര്യം നമ്മൾ കാണുമായിരുന്നില്ല. മണ്ണിനടിയിൽ ആ കല്ല് പോകുമായിരുന്നു. പൈപ്പിന്റെ മുകളിലാണ് കല്ല്. വലിയ ചരക്ക് ലോറികൾ പോകുന്ന റോഡാണ്, സിമെന്റ് ലോറികൾ പോകുന്ന റോഡാണ്. അവിടെയാണ് സിമെന്റ് ഗോഡൌൺ. സിമെന്റ് ഗോഡൌണിലേക്ക് സിമെന്റ് ലോറി പോകുന്ന റോഡാണ്. ആ റോഡിലൂടെ ഇത്ര വലിയ ഭാരം എന്ന് വെച്ചാൽ ലോറികൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് ചിലപ്പോൾ അമർന്നു എന്ന് വരും. അങ്ങനെ അമർന്നാൽ ഇപ്പോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വാട്ടർ അതോറിറ്റി ഇട്ട പൈപ്പ് വീണ്ടും പൊട്ടും. ഒരു സംശയവും വേണ്ട, വീണ്ടും പൊട്ടും. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷയായി. മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഷെരീഫ്, M പ്രശാന്ത്, AV പ്രദീപ് കുമാർ, M ബൽരാജ്, അബ്ദുറഹ്മാൻ 7 സ്റ്റാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ജാഫർ സ്വാഗതം പറഞ്ഞു. ഒടുവിൽ 24 മണിക്കൂറിനകം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കാമെന്ന് ഉത്തരവാദപ്പെട്ട അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് ജനപ്രതിനിധികൾ തങ്ങളുടെ സമരം അവസാനിപ്പിച്ചത്. രാവിലെ ആരംഭിച്ച സമരം ഏതാണ്ട് ഉച്ചവരെ നീണ്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.